ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ എണീറ്റ് ലേറ്റായിട്ട് എണീറ്റ് ഇന്ന് ലീവായിരുന്നു. അപ്പോൾ രാവിലെ മഴയൊക്കെ ആയതുകൊണ്ട് നല്ലൊരു കട്ടൻ കാപ്പി കുടിക്കാൻ തോന്നി. കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് ഉമ്മർത്ത് വന്ന് ചായ കുടിക്കേണ്ട ആ ഒരു ചുമന്ന പുതപ്പ് തിരുമ്പിയേ മുതൽ ഇവിടെ മഴയാണ്. അതിനൊന്ന് ഉണങ്ങാനുള്ള സമയം പോലും തരുന്നില്ല. അങ്ങനെ മഴയോട് മഴയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു 2 ദിവസമായിട്ട് ഭയങ്കര പല്ലുവേദനയാണ്. എന്താണ് മറ്റേ വിസ്ഡം ടൂത്തില്ലേ, അതിൻ്റെ പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. ഭയങ്കര പല്ലുവേദന എന്നാൽ ഭയങ്കര പല്ലുവേദന. ആ സൈഡ് ഇങ്ങനെ വീങ്ങി വരും. കഴിഞ്ഞ പ്രാവശ്യം ഒരു സൈഡ്. അപ്പോൾ അതൊന്ന് പല്ലുവേദന ഡോക്ടറൊന്ന് കാണിക്കണം എന്നുണ്ടെന്ന്. ഞാനും വിഷാദത്തിൽ, എൻ്റെ പൂച്ചയും അതികഠിനമായ വിഷാദത്തിലാണ്. ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നിട്ടോ. എന്നോട് ഭയങ്കര സ്നേഹം. ഞാൻ പെട്ടെന്ന് തന്നെ കഞ്ഞി ഉണ്ടാക്കി, അതുപോലെ തന്നെ മുട്ട റോസ്റ്റ്, ഉള്ളി നക്കളൊക്കെ ഇട്ടൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കി കേട്ടോ. കട്ടൻ കാപ്പി കുടിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞാൻ കടിയായിട്ടൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. ഞാൻ അങ്ങനെ ആലോചിച്ചു, ചായ പൊടിച്ചു, ഇനിയിപ്പോൾ ചോറ് തിന്നിട്ട് പോകാമെന്ന്. ഞാൻ അങ്ങനെ കടിയായിട്ടൊന്നും ഉണ്ടാക്കില്ല, ചോറ് തന്നെ അധികം കഴിക്കില്ല കേട്ടോ. അപ്പോൾ രാവിലെ മേലൊക്കെ കഴുകി സംഭവം സെറ്റായി. ഇനി നമുക്കൊന്ന് സ്കിൻ കെയർ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ തീരാനായ റോസ് വാട്ടർ, ഞാൻ റോസ് വാട്ടർ കേട്ടോ യൂസ് ചെയ്യാറ്. പിന്നെയും പല്ലുവേദൻ്റെ ഭാഗത്താണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ഫാൻ വെച്ച് ഉണക്കാൻ നോക്കി, പക്ഷേ ഫാനിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അത് പെട്ടെന്ന് ഓഫാക്കി. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ഈ ഒരു സെറാണ് കേട്ടോ യൂസ് ചെയ്യണത്. നല്ല അടിപൊളി ഒരു സെറാണ് കേട്ടോ. പിന്നെ ഞാൻ രണ്ടാമത്തെ ബോട്ടിലാണ് എൻ്റെ. നല്ല അടിപൊളി സാധനമാണ്. നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ നല്ലപോലെ കുറയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് കഴുത്തിലും എല്ലാത്ത പല്ലുവേദന ഉണ്ട്. എനിക്ക് എവിടെ തൊടുമ്പോഴും വേദനയാണ്. പിന്നെ ഈ ഒരു മോയ്സ്ചറൈസർ ഇതുണ്ടല്ലോ, ഡ്രൈ സ്കിൻ ടൈപ്പിൻ്റെ ആൾക്കാർക്ക് അടിപൊളിയാണ് കേട്ടോ. പക്ഷേ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്. എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. വേറെ ഒരു സ്കിൻ ടൈപ്പിലുള്ള ആൾക്കാർ യൂസ് ചെയ്യേണ്ട, അത്ര കൊള്ളൂല. അവർക്കൊക്കെ ഈ മുഖക്കുരു കൂടുതലായിട്ട് ഉണ്ടാവുന്നൊന്നും ഒരു ഇങ്ങനെ ഒരു വാർത്തകളിങ്ങനെ കേൾക്കുന്നുണ്ട്. ഡ്രൈ സ്കിന്നും കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാർക്കും ഓക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. നമ്മൾ ചോറും മുട്ട ചിക്കി ചെയ്തും കൊണ്ട് തക്കളിക്കട്ട മുട്ട ചിക്കി ചെയ്തുമാണ് കഴിക്കുന്നത്. രാവിലെ തന്നെ നല്ല ചൂട് പറക്കുന്ന ചോറാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് വല്ല നോയ്സും കേൾക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികം, കാരണം ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് നാട്ടിൽ വന്നിട്ടാണ്. അപ്പോൾ ഞാനൊരു ഭാഗത്തേക്ക് ചോറിങ്ങനെ ഉന്തി വിട്ടിട്ടാണ് ആ ഒരു ഭാഗത്തോട്ട് മാത്രം ചവയ്ക്കേണ്ടത്. മറ്റേ ഭാഗം കൊണ്ട് എനിക്ക് ചവയ്ക്കാൻ പറ്റില്ല, അത്രയ്ക്ക് കഠിനമായ വേദനയാണ്. പിന്നെ ചോറൊക്കെ കഴിച്ചിട്ട് നമ്മൾ വേഗം റെഡിയാവാണ്. ഈ ഒരു കമ്മൽ ഞാൻ പുതിയതായിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടോ. അപ്പോൾ അതും ഈ ഒരു ടീഷർട്ടും ഈ ഒരു ജീൻസുമാണ് ഇടണം കേട്ടോ. ഇങ്ങനെ പോകും. ഈ വേദനകളോ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ അധികം റെഡിയാവാൻ നിൽക്കാറില്ല. അപ്പം അങ്ങനെ എല്ലാം റെഡിയാവാൻ നിൽക്കാറില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മൈൻഡ് മാറി. പിന്നെ നമ്മളൊന്ന് റെഡിയായി സെറ്റായി. വലുതായിട്ടൊന്നുമില്ല, ഒരു സ്കിൻ ടിൻ്റെ കണ്ടോടത്ത് കിടക്കണം കേട്ടോ. പിന്നെ ഒരു പൊട്ടും വെച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് നമ്മൾ നേരെ ഇറങ്ങാൻ പോവുകയാണ്. നമ്മളെ പരിപാടി ഇത്രേ ഉള്ളൂ കേട്ടോ. ആ ലിപ്സ്റ്റിക്ക് എങ്ങനെ ഉണ്ട്, അടിപൊളിയല്ലേ? പുതിയൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോയിൽ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഗേറ്റ് അടച്ചു. പിന്നെ നമ്മൾ അപ്പുറത്തെ വഴിയൊക്കെ പോയി പല്ല് ഡോക്ടറെ കാണിച്ചു. ആ വേദനയിൽ ഞാൻ ബിരിയാണി കഴിച്ചു. അതാണ് സംഭവം. മെയിനായിട്ട് ചിക്കൻ ബിരിയാണി കഴിച്ചു. പിന്നെ നമ്മൾ കലൂർ സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഈ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. പല കടകളും ഓപ്പൺ ആയിട്ട് പോലുമില്ല. അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മൾ അതൊന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ സ്റ്റുഡിയോയിലേക്ക് വിട്ടു. സ്റ്റുഡിയോയിൽ നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാനൊന്നും എടുത്തില്ല. നല്ല ഡ്രസ്സ് ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെ ഒന്നും എടുക്കില്ല. എന്നിട്ട് നല്ല ഡ്രസ്സ് ഇല്ലാത്ത സമയത്ത് എന്താ പറയുക, കളക്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരും ചെയ്യും. പ്രത്യേകതരം അസുഖങ്ങളാണ് എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ റേറ്റ് കണ്ടപ്പോൾ ഞാൻ കണ്ണൻ ചെമ്മിയിട്ട് എടുത്തില്ല. ഇത് നല്ല ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമല്ലേ, ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാനൊന്നും എടുത്തില്ല എന്ന് പറയാൻ പറ്റില്ല. എന്തെടുത്തിട്ടുണ്ട്, കൺമഷി, ഒരു നെയിൽ പോളിഷും പിന്നെ ഒരു ഐലൈനറും പിന്നെ എന്തോട്ടാ ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചെയ്യാണ് ഞാനെല്ലാം. 300 രൂപയുടെ ചെരുപ്പ്, 49 രൂപയുടെ, 49 എത്ര രൂപയുടെ എല്ലാം ഞാൻ വില കുറഞ്ഞ് മാത്രം എടുക്കാറുള്ളൂ. അങ്ങനെ ബില്ലടിക്കാൻ വേണ്ടി എൻ്റെ മുന്നിൽ അറബി ഉണ്ടായിരുന്നു. അപ്പോൾ ബില്ലടിക്കാൻ വേണ്ടി നിന്നും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ പ്രകൃതി രമണീയമായ നാട്ടിലോട്ട് തിരിച്ചു. നാടെന്നൊന്നും പറയണ്ട, നമ്മൾ ആലുവയിലോട്ടാണ് പോയത്. അപ്പം ഇങ്ങനെ നമ്മൾ ആലുവയിലോട്ട് പോയി എല്ലാ പരിപാടിയും കഴിഞ്ഞു. വന്ന പാടെ ഞാൻ കുറച്ച് നേരം കിടന്നു പറഞ്ഞാൽ നല്ലപോലെ കിടന്നുറങ്ങിട്ടോ. ഇനി വേദനയ്ക്ക് കുറച്ച് ശമനം കിട്ടിയപ്പോൾ നമ്മൾ കിടന്നുറങ്ങാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ വേറെ ആളോടെയും കിടന്നുറങ്ങുന്നുണ്ട്. ഞാൻ കിടന്നുറങ്ങിയപ്പോൾ എൻ്റെ മകനും കിടന്നുറങ്ങാൻ വരും. ഇവനും എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഞങ്ങളൊരുമിച്ച് കിടന്നുറങ്ങി ഒരു 4 മണിക്കൂർ കിടന്നുറങ്ങി. അത് കഴിഞ്ഞപ്പോൾ എണീറ്റ് ചായ കുടിച്ചു. ഒന്നും തിന്നാൻ പറ്റൂല, പരിപ്പോടെയാണ് മേടിച്ചത്. അപ്പോൾ അതും കുടിച്ച് തിന്നാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കട്ടൻ കാപ്പി കുടിച്ചു, സെറ്റായി. ഫുള്ള് കാപ്പിടി. പല്ലുവേദന കൊണ്ട് ഞാൻ കോരിത്തരിക്കുന്നുണ്ടായിരുന്നു. ഇവരെന്തോ പന്തം കണ്ട പരിചയമായി പോലെ അപ്പുറത്തൊക്കെ നോക്കി നിൽക്കണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കണ്ടിട്ട് ഞാൻ വീണ്ടും കിടക്കാൻ പോകുകയാണെന്ന് വിചാരിച്ചു. പക്ഷേ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് ഓർമ്മ കിട്ടിയതുകൊണ്ട് ഞാൻ വീണ്ടും പോയി ഫുഡ് കഴിച്ചു. രാവിലത്തെ സെയിം ഫുഡ് തന്നെ കേട്ടോ. ചോറും മുട്ട വറുത്തതായിരുന്നു. അതും കൂട്ടി കഴിച്ചു. എനിക്ക് ബിരിയാണി കഴിച്ചിട്ട് അങ്ങോട്ട് ശരിയില്ല, കാരണം അപ്പം ഭയങ്കര പല്ലുവേദനയായിരുന്നു. അപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ വേദന കൊണ്ട് കഴിക്കുന്ന കഴിപ്പ് ഉണ്ടാവും. എന്നാൽ
ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ അവരെ അങ്ങനെ ഇളക്കി പിളിച്ചൊക്കെ നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് പെയിനായിട്ടോ. അതുകൊണ്ടാണ് എനിക്ക് തീരെ കഴിക്കാൻ പറ്റാഞ്ഞത്. പിന്നെ ഞാൻ വീണ്ടും കിടന്നു. ഇനി നമ്മൾ എണീക്കൂല, ഞാൻ എങ്ങനെ കിടന്നുറങ്ങാട്ടോ ചെയ്യണത്. അപ്പം എൻ്റെ എത്തുന്നൊരു ദിവസം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഭയങ്കര വേദനജനകമായ ഒരു ദിവസമായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ ഗായ്സേ, ഞാൻ പോവുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. പറ്റാ.